നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫെയറിൻ്റെ ദിവസമാണ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. റാപ്പിഡ് ഫെയർ വാഹനം ഓടിക്കുന്നവർ അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. സാധാരണഗതിയിൽ വാഹനം വാങ്ങിച്ചവർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വാഹനത്തെ പറ്റിയുള്ള പരാതികളോ അല്ലെങ്കിൽ പ്രശംസകളോ ഒന്നും പറയാനൊരു വേദിയില്ല. ആ ഒരു വേദിയാണ് നമ്മൾ തരുന്നത്. നിങ്ങളുടെ വാഹനത്തെ പറ്റിയുള്ള എന്ത് കാര്യങ്ങളും, അത് സർവീസ് മോശം സർവീസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വാഹനം വാങ്ങിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് മോശമാണെങ്കിൽ അങ്ങനെ, വാഹനത്തെ പറ്റിയുള്ള നല്ല കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ റാപ്പിഡ് ഫെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു റാപ്പിഡ് ഫെയർ അവതരിപ്പിക്കുന്നത് ഒരു പുതിയ കോൺസെപ്റ്റുമായിട്ട് വന്നിരിക്കുന്ന മെട്രോപോഡ് എന്ന AC ഡോർമെട്രിയാണ്. സാധാരണഗതിയിൽ നമ്മൾ വെളിയിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ബാക്ക് പാക്കേഴ്സ് താമസിക്കുന്നത് ഹോസ്റ്റലുകളിലാണ്. ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്കൂളിലെയോ അല്ലെങ്കിൽ കോളേജിലെ ഹോസ്റ്റൽ പോലെയല്ല. ഇത് വളരെ ചെറിയ തുകയ്ക്ക് വളരെ നല്ല സൗകര്യങ്ങളോട് കൂടിയ റൂമുകൾ, അതാണ് ഹോസ്റ്റലുകളിൽ പൊതുവേ കാണുന്നത്. ഇപ്പോൾ മെട്രോപോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, ഇവിടുത്തെ മഹാരാജാസിൻ്റെ ഗ്രൗണ്ടിലെ മെട്രോ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബോട്ട് ജെട്ടി, ഇത്തരം സ്ഥലങ്ങളിലേക്കെല്ലാം പോകാൻ വളരെ എളുപ്പമാണ്. വേണമെങ്കിൽ നടന്നു പോകാവുന്ന അങ്ങനെ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നുള്ള കാര്യമാണ്. അതായത് MG റോഡിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ മെട്രോപോഡായി. ഇവിടെ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 300-ലധികം പേർക്ക് സുഖമായിട്ട് ഡോർമെട്രിയിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. AC ഡോർമെട്രിയാണ്. അതുപോലെ തന്നെ കോമൺ ടോയ്ലറ്റ് ആണെങ്കിൽ പോലും മനോഹരമായ ടോയ്ലറ്റ് സമുച്ചയം എന്ന് തന്നെ പറയാം. ഓരോ ഫ്ലോറിലും 3 ഫ്ലോറിലായിട്ടാണ് ഈ ഒരു ഹോസ്റ്റൽ ഉള്ളത്. കൂടാതെ നിങ്ങൾക്ക് അങ്ങനെ ബാക്ക് പാക്കർ അല്ല, നിങ്ങൾക്ക് ഫാമിലിയായിട്ട് താമസിക്കണമെങ്കിൽ 4 AC ഗംഭീര റൂമുകളുമുണ്ട്. ഇതിനെല്ലാം വളരെ ചിലവ് കുറവാണ്. അതായത് ഡോർമെട്രിക്ക് ഒരാൾക്ക് ഒരു ദിവസം 530 രൂപയേ ഉള്ളൂ. അതുപോലെ തന്നെ AC റൂമാണെങ്കിൽ 2016 രൂപയ്ക്ക് നിങ്ങൾക്ക് AC റൂമിൽ താമസിക്കാം. അപ്പോൾ നിങ്ങൾ ബാക്ക് പാക്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, ഇനി ഫാമിലിയായിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിലൊക്കെ വളരെ ചെറിയ തുകയ്ക്ക് താമസിക്കാൻ പറ്റും. പിന്നെ ഈ ഡോർമെട്രികളും അതുപോലെ തന്നെ ഈ റൂമുകളും അല്ലാതെ വർക്ക് സ്റ്റേഷനുണ്ട്. അതായത് നിങ്ങൾക്ക് കാര്യമായ രീതിയിൽ ഇരുന്ന് ജോലി ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി വിശാലമായൊരു വർക്ക് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ കോൺസെപ്റ്റിലാണ് ഇപ്പോൾ മെട്രോപോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എക്കണോമിക്കലായിട്ട് നിങ്ങൾക്ക് നഗര ഹൃദയത്തിൽ താമസിക്കാവുന്ന സ്ഥലമാണിത്. ഞാനൊക്കെ എപ്പോഴും വിദേശത്തൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളിൽ താമസിക്കാറുണ്ട്. വളരെ എക്കണോമിക്കലായിട്ട് താമസിക്കാം. അപ്പോൾ എല്ലാവർക്കും റാപ്പിഡ് ഫെയറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റാപ്പിഡ് ഫെയറിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു കാറിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു ബൈക്കാണ്. ഇത് ട്രയംഫിൻ്റെ ടൈഗർ 900 ആണ്. എന്തെങ്കിലും പ്രത്യേക വേരിയൻ്റ് ഉണ്ടോ? ഇത് റാലി പ്രോ ആണ്. ഓക്കെ, അപ്പം പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് അനൂപ്. എന്ത് ചെയ്യുന്ന? ഞാൻ EY എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യാം. EY-കാർ എല്ലാ എപ്പിസോഡിലും ഒരാളെങ്കിലും EY-കാർ വരാറുണ്ട്. അനുവിൻ്റെ പക്ഷേ ഇത് കേരള രജിസ്ട്രേഷൻ അല്ലല്ലോ? അല്ല, ഇത് ഞാൻ എടുത്തത് ഞാൻ ഹൈദരാബാദിലുള്ള സമയത്തായിരുന്നു. അപ്പോൾ ഐ ബോട്ട് ഇറ്റ് ഫ്രം ഹൈദരാബാദ്. ഇപ്പോഴും ട്രാവലിംഗ് ആണ്. ബാംഗ്ലൂരാണ് സെറ്റിൽഡ്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്? ബാംഗ്ലൂരാണ്. അപ്പോൾ ഇപ്പോൾ എന്താ കൊച്ചിയിൽ വരാൻ കാര്യം? കൊച്ചിയിൽ ഓഫീസിൽ ഒരു 3 days വർക്ക് ഉണ്ട്. അങ്ങനെ എല്ലാം ഓടിച്ചു വന്നു. ഞാൻ ഓടിച്ചിട്ട് തന്നെ വരാറുണ്ട്. സ്ഥിരമായി ബാംഗ്ലൂർ കൊച്ചി ഓടിക്കും? സ്ഥിരമായിട്ട് ഓടിക്കുന്ന റൂട്ടാണത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് ഉപയോഗിക്കട്ടെ, എന്തുകൊണ്ട് ഈ വണ്ടി വാങ്ങിച്ചു? ഓക്കെ, ഞാൻ അത്യാവശ്യം വണ്ടികൾ ട്രൈ ചെയ്യാറുണ്ട്. ഐ സ്റ്റാർട്ടഡ് വിത്ത് ഡ്യൂക്ക് 200. അത് കഴിഞ്ഞിട്ട് സൂപ്പർ ബൈക്സിലേക്ക് കടന്നത് സുസുക്കിൻ്റെ ഒരു നേക്കഡ് ബൈക്ക് ഉണ്ട്, സുസുക്കി GSX 750. അത് കഴിഞ്ഞ് ടൈഗർ 800 ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഇതിന് മുമ്പ് XCX. ദെൻ ഐ ട്രൈഡ് ഔട്ട് Z900, ഡുക്കാട്ടി മോൺസ്റ്റർ 821. അപ്പോൾ മനസ്സിലായി നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് പറ്റിയ സെഗ്മെൻറ്റ് അഡ്വഞ്ചറാണ്. ദെൻ ഐ ഗോട്ട് ഗുഡ് ഓപ്ഷൻ ഫോർ റാലി പ്രോ. അങ്ങനെ ആഫ്റ്റർ ദിസ് ദർ ഇസ് ഓൺലി വൺ അൾട്ടിമേറ്റ്, അത് GS 1250. പിന്നെ പുതിയ 1300 ഇറങ്ങും. ബട്ട് എനിക്ക് എൻ്റെ ഒരു സൈസിനൊത്ത ഒരു ലീൻ ഫിഗർ അഡ്വഞ്ചർ ടൈഗർ റാലി പ്രോ മാത്രമായിരുന്നു. അങ്ങനെ ഐ ഡിസൈഡഡ് ടു ഗോ ഫോർ റാലി പ്രോ. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്ക് സാറിന് ഓഫ് റോഡൊക്കെ പോകാറുണ്ടോ, അതോ ഇത് സാറിന് ഹൈവേയിൽ തന്നെയാണ്? എൻ്റെ ഒരു 80% റൈഡ്സ് ഇസ് ഹൈവേസ്. ചെറിയ ട്രയൽസ് ചെയ്യാറുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ. എൻ്റെ അടുത്ത് ഐ ഹാവ് എ KTM Adventure 390 ഓൾസോ. അപ്പോൾ അതിൽ പറ്റിയിട്ട് പിന്നെ ഇത് കൊണ്ടുപോകും. ശരി. അപ്പോൾ ഞാൻ ഈ ബോഡി ഷേമിംഗ് ആണെന്ന് വിചാരിക്കരുത്. അനുവിന് അല്പം പൊക്കം കുറവുള്ള ആളാണ്. അതെ. അപ്പോൾ ഇത്ര ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു റൈഡ് എന്താ പറയേണ്ടത്, ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടോ? ആക്ച്വലി ഇറ്റ് ഡിപ്പെൻസ്. അതായത് നമ്മളിപ്പോൾ സപ്പോസ് ഫസ്റ്റ് തന്നെ ഈ സെഗ്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ സമ്മൺ വുഡ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട്. ഈവൻ ഫോർ മീ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. പക്ഷെ നമ്മൾ കുറച്ച് വണ്ടികൾ ഓടിച്ചു. ഇതിന് മുമ്പ് ടൈഗർ 800 XCX ഇസ് ഹെവിയർ. ഇതിനെക്കാട്ടിലും ഓൾമോസ്റ്റ് 30-40 kgs മോർ. അപ്പോൾ അതെല്ലാം ഓടിച്ചു. പിന്നെ KTM Adventure 855 mm സീറ്റ് ഹൈറ്റാണ്. അതെല്ലാം ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഐ തിങ്ക് ഹാൻഡ്ലിങ് ദിസ്, ബിക്കോസ് ഇതിൻ്റെ വെയിറ്റ് വളരെ കുറവാണ്. നമുക്ക് കാണുമ്പോൾ ഇറ്റ് ഈസ് ഇൻറ്റിമിഡേറ്റിംഗ്, പക്ഷെ നമുക്ക് വി ക്യാൻ ഹാൻഡിൽ. സോ ആസ് ലോങ് ആസ് യു ഹാവ് സം എക്സ്പീരിയൻസ് റൈഡിങ് അതർ ബൈക്സ് നമുക്ക് ഓടിക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ. ഇപ്പോൾ ഡ്യൂക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡ് ചെയ്യാൻ വേണ്ടി ഓരോ പുതിയ ജനറേഷൻ പിള്ളേരൊക്കെ ചെല്ലും. ഇതിൻ്റെ പവറിനെ പറ്റിയോ ഇതിൻ്റെ വെയിറ്റ്ലെസ്നെസ്സിനെ പറ്റിയോ ഒരു ധാരണയില്ലാതെ ഓടിച്ച് അപകടത്തിൽപ്പെടും. അപ്പം വാഹനം മനസ്സിലാക്കി തന്നെ ഓടിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ? കംഫർട്ട്.
100%. പിന്നെ ഫോർ മീ എൻ്റെ ട്രാവലിംഗ് മോസ്റ്റ്ലി ഹൈവേസ് ആണ്, ലോങ് ടൂർ. സോ ഡൽഹി എനിക്ക് ഐ വാസ് ഇൻ ഡൽഹി സംടൈം. ഡൽഹി തൊട്ടുള്ള അപ്പോൾ ഞാൻ മുംബൈ വഴി ഡൽഹി. സോ ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഐ മീറ്റ് ഫ്രണ്ട്സ് ഓൺ ദ വേ. അപ്പോൾ മൗണ്ടിങ് ലഗേജ് ഇസ് എ ബിഗ് ഓപ്ഷൻ ഐ നീഡ്. അപ്പം നമ്മൾ നേക്കഡ് ബൈക്സിൽ പോകുമ്പോൾ ഒക്കെ എനിക്കൊരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ആയിരുന്നു ലഗേജ്. അപ്പോൾ ഇതിൽ ആ ഒരു പ്രശ്നമില്ല. ഐ ക്യാൻ മൗണ്ട് സോഫ്റ്റ് ലഗേജ്, ഹാർഡ് ലഗേജ്, പിന്നെ കംഫർട്ട്. സോ റാലി പ്രോ എന്ന് പറഞ്ഞ മോഡൽ ഹീറ്റഡ് ഗ്രിപ്സ്, ഹീറ്റഡ് സീറ്റ്സ്. ഓഫ് കോഴ്സ് നമുക്ക് മൗണ്ടൻസിലൊക്കെ പോകുമ്പോൾ അതൊരു ഓപ്ഷൻ. ഹീറ്റഡ് സീറ്റ് ഫോർ റൈഡർ ആൻഡ് പിലിയൻ. അത് നമുക്ക് മൗണ്ടൻസിൽ ആവശ്യം വരില്ല. പക്ഷെ എന്നാൽ ഏർലി മോർണിംഗ് റൈഡ്സ് ഇപ്പോൾ ഊട്ടി മൂന്നാറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം. ഫീച്ചർ ഉള്ളതുകൊണ്ട് യൂസ് ചെയ്യാം. എത്ര രൂപയായത് വാങ്ങിച്ചപ്പോൾ? ഇത് ഓൺ റോഡ് അറൌണ്ട് 22 വരും, ഇൻക്ലൂഡിംഗ് പാനിയേഴ്സ്. കാർ ഉപയോഗിക്കുന്നുണ്ടോ? ഐ ഹാവ് എ ജീപ്പ് കോമ്പസ്. ജീപ്പ് കോമ്പസ് ഉണ്ട്. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു അതേ ഉപേക്ഷിച്ചിട്ട് 2 വീലർ മാത്രം ഓടിക്കുന്ന ആളാണ്. ഇല്ല, ഫാമിലി മാൻ. അപ്പോൾ അവരെയും നമ്മൾ സോ ഐ മാനേജ് ബോത്ത്. ഇങ്ങനത്തെ റൈഡ് പുറത്ത് വരണമെങ്കിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വി ഡു എ ട്രിപ്പ്. അതിലേക്ക് പോകും. അതെ അതെ. എങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ്? സർവീസ് കോസ്റ്റ് ഓക്കെ, എല്ലാ സൂപ്പർ ബൈക്സിൻ്റെയും റേഞ്ച് ഒരു 8 to 10K ആണ്. ട്രയംഫിൻ്റെയും ഓൾമോസ്റ്റ് സർവീസ് കോസ്റ്റ് 8 to 10K വരും. പിന്നെ സ്പെയർ പാർട്സ് അതിൻ്റെ അവൈലബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഏതാ പാർട്ട് നമുക്ക് മാറ്റാനുള്ളത്. ബട്ട് അതർവൈസ് സർവീസ് കോസ്റ്റ് ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു ബൈക്കിന് അണ്ടർ 10 ഓർ അപ്രോക്സിമേറ്റ്ലി അറൌണ്ട് 10 ഇസ് ഫൈൻ. അപ്പോൾ ഇത് പാൻ ഇന്ത്യ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈക്കാണല്ലോ. അപ്പോൾ ഈ ട്രയംഫിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് ഒന്നും എല്ലായിടത്തും ഇപ്പോഴും ഇല്ല. അതൊരു ടെൻഷൻ ഉണ്ടോ ആ കാര്യത്തിൽ? ടെൻഷൻ ഇല്ല, ബിക്കോസ് എനിക്ക് ഇവിടെ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ലോക്കൽ മെക്കാനിക് ഉണ്ട്. ഈസ് എ എക്സ് ട്രയംഫ്. അപ്പം നമുക്ക് ഇനീഷ്യലി ചെറിയ ചെറിയ പണികൾ ഐ കോൾ ഹിം. പിന്നെ ഞാൻ ചാർട്ട് ചെയ്യുന്ന റൂട്ടിൽ ഞാൻ നോക്കും എവിടെയൊക്കെ ട്രയംഫ് ഉണ്ട് എന്ന്. ദെൻ ഐ ഹാവ് എ കോൾ വിത്ത് ദം. ഇങ്ങനെ ഒരു റൈഡ് ഉണ്ട്, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വരണം. അപ്പോൾ ഞാൻ ഡൽഹി റൈഡ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹൈദരാബാദിൽ എനിക്ക് ഐ ഹാഡ് ടു ഡു സം ചെയിൻ ടൈറ്റനിങ്. അപ്പോൾ ട്രയംഫ് ഹൈദരാബാദിൽ വിളിച്ചു പറഞ്ഞു ഐ ആം ഓൺ ദ വേ. അവർ എല്ലാം സെറ്റാക്കി. സോ അങ്ങനെ ഹെൽപ്ഫുൾ ആണ് സർവീസ് സെൻറ്റേഴ്സ്. പിന്നെ ഒരു മേജർ ബ്രേക്ക് ഡൗണിൽ വണ്ടി കയറ്റി കൊണ്ടുപോയ ഓപ്ഷനുള്ളൂ. എത്ര ഓടി കാണും ഇപ്പോൾ ഇതുവരെ? ഓൾമോസ്റ്റ് 30,000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട് ഈ വണ്ടിയിൽ. എത്ര കാലം എടുത്തിട്ട്? ഒരു 2.5 years. ഓക്കെ ഓക്കെ. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ട്രിപ്പ് പോയിരിക്കുന്നത് ഏത് ദൂരമായിരിക്കും? ഏറ്റവും ലോങ്ങസ്റ്റ് ഡൽഹിയാണ്. ഡൽഹി ടു കൊച്ചിയാണോ? ഡൽഹി ടു ബാംഗ്ലൂർ. സോ ബാംഗ്ലൂർ ടു ഡൽഹി വയ മുംബൈ, രാജസ്ഥാൻ, ഡൽഹി, പിന്നെ റിട്ടേൺ വയ ഹൈദരാബാദ്, ബാക്ക് ടു ബാംഗ്ലൂർ. അപ്പോൾ ഇത്രയൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ചില്ലെങ്കിൽ മോശമാണ്. എന്തുണ്ട് മൈലേജ്? മൈലേജ് അല്ലേ? അതൊരു മോസ്റ്റ്ലി പെട്രോൾ പമ്പ് പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മൈലേജ് എനിക്ക് അറൗണ്ട് ഹൈവേയിൽ നമ്മളൊരു ആവറേജ് പോകുമ്പോൾ ഒരു 20 കിട്ടും. വി ക്യാൻ സേ 20, സിറ്റിയിൽ 17. 1000cc അടുത്തുള്ളൊരു ബൈക്കാണല്ലോ. അപ്പോൾ അതൊരു കുഴപ്പമില്ല, നമുക്ക് ആ ഒരു കംഫർട്ട് നമ്മൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താ അടുത്ത ലോങ് റൈഡിൻ്റെ ഒരു പരിപാടി എന്താ? ലോങ് റൈഡ് ഇപ്പോൾ പ്ലാൻ നടക്കുന്നുണ്ട്. ലാസ്റ്റ് ജൂലൈയിൽ ഐ ഡിഡ് സൻസ്കാർ ലഡാക്ക്. അപ്പോൾ സെയിം ടൂർ ഓപ്പറേറ്ററിൻ്റെ കൂടെ നമുക്ക് ലഡാക്കിൻ്റെ അടുത്ത് അവിടെ സ്പിതി ഓർ നേപ്പാൾ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോഴും പ്ലാനിങ്ങിലാണ്. എല്ലാം കൂടി ഒത്തു വരണം. ലീവ്സ്, ഫിനാൻഷ്യൽസ്. ഇവിടുന്ന് ബാംഗ്ലൂരേക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ എത്ര നേരം എടുക്കാറുണ്ട് അവിടെ എത്താൻ? സോ എൻ്റെ ഹോം ടൗൺ പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് ടു ബാംഗ്ലൂർ അറൌണ്ട് 6 hours. സോ കൊച്ചിയിൽ നിന്നാണെങ്കിലും ഞാൻ ഒന്ന് പോയി പാലക്കാട് നിന്നിട്ട് നെക്സ്റ്റ് ഡേ അർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ ഒരു ആവറേജ് 8 to 9 hours എടുക്കും നമുക്ക് പോകാൻ. എന്താണ് നിങ്ങളെപ്പോലുള്ള ഇന്ത്യ മുഴുവൻ ഓടിച്ചു നടക്കുന്ന റൈഡേഴ്സ് മീറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താ ഈ 2 വീലർ ഓടിച്ചു പോകുമ്പോൾ? ചാലഞ്ച് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി നമുക്ക് ഇത് തന്നെ പറയാം. ഇൻ കേസ് ഒരു ബ്രേക്ക് ഡൗണിൽ നോളേജ് ഓഫ് ഹാൻഡ്ലിങ് ദീസ് ബൈക്സ് ഇത്തിരി മോശമാണ്. പിന്നെ ഈ പെർട്ടിക്കുലർ മോഡൽ ട്യൂബ്ലെസ് ആയതുകൊണ്ട് പഞ്ചർ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം. സോ ബേസിക്സ് കുറച്ച് അറിഞ്ഞിരിക്കണം. അതില്ലെങ്കിൽ ഇത്തിരി ചാലഞ്ചിങ് ആണ്. സോ ആ സർവീസ് നെറ്റ്വർക്ക് സാർ പറഞ്ഞ മാതിരി സർവീസ് നെറ്റ്വർക്ക് കുറവാണ്. പിന്നെ ലോക്കൽ മെക്കാനിക്സിൻ്റെ നോളജും ബട്ട് ഇറ്റ്സ് ബിൽഡിങ് അപ്പ്. ഇപ്പം നമ്മൾ എസ്പെഷ്യലി ബാംഗ്ലൂർ സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് സ്റ്റിൽ മാനേജ് ചെയ്യാം. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇപ്പം നമ്മളിപ്പോൾ വലിയ ഇപ്പം തന്നെ 22 ലക്ഷം രൂപയുടെ ബൈക്കാണല്ലോ ഇത് എന്ന് പറഞ്ഞ പോലെ ട്രയംഫ് ആയാലും ഹാർലി ആയാലും ഒരു സെഗ്മെൻറ്റിൻ്റെ മുകളിലുള്ളവർ വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് നേരെ താഴേക്ക് വില കുറഞ്ഞ ബൈക്കുകൾ വന്നു തുടങ്ങി. അതെന്താണ് നിങ്ങളെപ്പോലെ 22 ലക്ഷം രൂപ മുടക്കി ട്രയംഫ് വാങ്ങിച്ചൊരാളെ സംബന്ധിച്ച് ആ വാർത്ത കേട്ടപ്പോൾ എന്ത് തോന്നി? കുഴപ്പമില്ല, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ആ കമ്മ്യൂണിറ്റി, ഇറ്റ് ഈസ് ഗുഡ്. പക്ഷേ ഇന്നത്തെ ഡേറ്റിൽ നമുക്ക് ആ KTM റേഞ്ചിലുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ട്രയംഫ് ലോഞ്ചിങ് 400cc. അപ്പോൾ എന്താ കോമ്പറ്റീഷൻ ബിൽഡ് ആവും. കോമ്പറ്റീഷൻ ബിൽഡ് ആകുമ്പോൾ ഒബ്വിയസ്ലി സർവീസ് എവറിത്തിങ് വിൽ ഗെറ്റ് ബെറ്റർ. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് പിന്നെ ട്രയംഫിൻ്റെ ലോഞ്ച് ചെയ്ത ലേറ്റസ്റ്റ് മോഡൽസും ഞാൻ ഓടിച്ചു നോക്കി. വെരി ഗുഡ് ബൈക്സ്. സോ സമ്മൺ ലൈക്ക് ഇപ്പം നമ്മൾ കുറച്ച് ആ ഒരു 10 years ബാക്ക് ആകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കുറവായിരുന്നു.
സോ എൻ്റെ ഫസ്റ്റ് ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജാജിൻ്റെ ഒരു ആസ്പയർ ഉണ്ടായിരുന്നു, കവാസാക്കി ആസ്പയർ. സോ അങ്ങനെ ഒന്ന് ഇപ്പോൾ മാർക്കറ്റിൽ ഓപ്ഷൻസ് ഉണ്ട് ആൻഡ് ഐ തിങ്ക് പീപ്പിൾ ക്യാൻ അഫോർഡ് ഓൾസോ. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട്. നമുക്ക് ഒരു ഇൻറ്റിമിഡേറ്റിംഗ് അല്ല. ആസ് എ സ്റ്റാർട്ടർ ബൈക്ക് അറ്റ്ലീസ്റ്റ് 400cc തുടങ്ങിയാലും കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് KTMൻ്റെ ആ ഒരു പ്രശ്നം ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. 390cc ആണെങ്കിൽ ഇറ്റ് വാസ് പവർഫുൾ. സോ പുതിയ പിള്ളേർ പോയി നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ കുറേ കേസസ് ഞാൻ ഡ്യൂക്ക് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അപ്പോൾ കുറേ കേസസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് ബൈക്സ് അവർ എടുത്തു പോവുക, പിന്നെ ആക്സിഡൻറ്റ്. സോ ബട്ട് ഇറ്റ്സ് എ ഗുഡ് തിങ്. ഐ ആം അപ്പ് ഫോർ ഇറ്റ്. പിന്നെ എന്താണ് അടുത്ത പരിപാടി? അതായത് എത്ര കാലം ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? അതിനുശേഷം ഏത് വാഹനമാണ് മനസ്സിലുള്ളത്? ഓക്കെ, എല്ലാ പ്രാവശ്യം വണ്ടി മാറ്റുമ്പോൾ പറയുന്നത് ഓക്കെ ഇതായിരിക്കും ഇനി മാറ്റില്ല. സോ ബട്ട് ഇനി ഈ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ 2 അൾട്ടിമേറ്റ്സ്, ഒന്ന് റാലി പ്രോ, ഇനി BMWൻ്റെ 1250 എക്സിസ്റ്റിംഗ് ഉണ്ട്, 1300 GS വരുന്നുണ്ട്. ആസ് ഓഫ് നൗ ഐ ഹാവ് നോ പ്ലാൻസ്. പക്ഷേ ഐ എം നോട്ട് സെയിങ് എനിത്തിങ് ഔട്ട്സൈഡ്. പറയാൻ പറ്റില്ല. അത് ഇവരെ എന്തായാലും മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിനൊരു റീസെയിൽ വാല്യൂ ഒക്കെ എങ്ങനെയുണ്ട്? ഈ ട്രയംഫിൻ്റെ ഇത്രയും വിലയുള്ളൊരു ബൈക്കിന് എന്താ ഉണ്ടാവും? ട്രയംഫിൻ്റെ റീസെയിൽ വാല്യൂ നല്ലതാണ്. റീസൺ ബീങ് എൻ്റെ അടുത്തുള്ള 800 XCX 2016 മോഡൽ 65,000 റൺ ബൈക്ക് ഞാൻ ബാംഗ്ലൂരിൽ സെയിൽ ചെയ്തത് അറൗണ്ട് 9 lakhs-നാണ്. എത്രയാണ് വാങ്ങിച്ചത്? അത് ഓൾമോസ്റ്റ് 16 ആയിരുന്നു ഓൺ റോഡ് ആ സമയത്ത്, ലോട്ട് ഓഫ് ഇയേഴ്സ് ബാക്ക്. പക്ഷേ അതിന് ആ വാല്യൂ 65,000 കിലോമീറ്റേഴ്സിന്, വിച്ച് മീൻസ് ബൈക്ക് ഈസ് കേപ്പബിൾ. എൻ്റെ ടൈഗർ ഗ്രൂപ്പിൽ തന്നെ ദർ ആർ പീപ്പിൾ ഹു റിഡൻ ഒരു 2 lakh kilometers ഒക്കെ ഓടിച്ച ആൾക്കാരുണ്ട്. സോ അതുകൊണ്ടായിരിക്കും. ആൻഡ് സ്റ്റിൽ ഇപ്പം നമ്മൾ സർക്കിളിൽ ഡിസ്കഷൻ പറയും എന്തുകൊണ്ടാണ് ആ ബൈക്കിന് ഇപ്പോഴും ഇത്ര റീസെയിൽ. ഐ തിങ്ക് ഇറ്റ്സ് വാട്ട്സ് ദെയർ ഇൻസൈഡ് ദി എൻജിൻ. അപ്പോൾ റീസെയിൽ മോശമില്ല. അപ്പോൾ എന്നാലും നമ്മൾ രാവിലെ കണ്ടത് ഒരു എന്താ പറയുക, റിയൽ ഒരു ബൈക്ക് എന്തൂസിയാസ്റ്റാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അനൂപ് ഇന്ന് ബാംഗ്ലൂരേക്ക് പോകുന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുകൊണ്ട് എയർപോർട്ടിലെല്ലാം വെച്ചിട്ട് പോകാനായിരിക്കും. അങ്ങനെയൊന്നും അല്ല, ഇത് ഓടിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എവിടെ പോയാലും ബൈക്ക് ഓടിച്ച് പോകുന്ന ആളാണെന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇത് ഈ പറഞ്ഞ പോലെ എല്ലാവരും വാങ്ങിക്കുന്നൊരു ബൈക്കല്ലേ, അതെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയാൻ സാഹചര്യം സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് അനൂപ്. താങ്ക് യു സർ. അപ്പം എന്താ പറയുക, ഒരു ഹാപ്പി മോട്ടറിങ് ആൻഡ് സേഫ് മോട്ടറിങ് ആശംസിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ അടുത്ത കാലത്ത് എന്താണ് അന്യം നിന്നുപോയ കമ്പനിയാണ് ഫോർഡിൻ്റെ ഇക്കോസ്പോർട്ട് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നവരെല്ലാം വളരെ ഹാപ്പിയാണ്. അതിന് ശരിക്കും പറഞ്ഞാൽ ഇക്കോസ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വികാരമാണ്. എന്ന് പറഞ്ഞ പോലെയാണ് പലർക്കും ഫിയറ്റിൻ്റെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അത് വിൽക്കാറില്ല. അതിനി ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇതിൻ്റെ ഒരു ബിൽ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ഫിയറ്റിൻ്റെ അവസ്ഥ. എന്തായാലും ഫിയറ്റും ഈ രാജ്യം വിട്ടു പോയിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. പക്ഷേ ഫിയറ്റിൻ്റെ തന്നെ അതേ കമ്പനിയിൽപ്പെടുന്ന ജീപ്പ് ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കാലത്തിൻ്റെ രോമാഞ്ചമായിരുന്ന ഫിയറ്റ് ലീനിയുടെ ഓണറിനെയാണ്. ഓണറല്ല, രോമാഞ്ചം വാഹനമാണ്. നമസ്കാരം. ഡോക്ടർ കാർത്തിക്. പേര്? ഡോക്ടർ കാർത്തിക്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ആലുവയിലാണ്, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ. ശരി, ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു പഴയ വണ്ടിയുമായിട്ടാണ് ഇപ്പോൾ രാവിലെ നമ്മൾ കാണുന്നത്. എന്താണ് ഇത്? പഴയ വണ്ടി എന്ന് പറയാൻ പറ്റില്ല. ഏത് മോഡൽ? 2014 എൻ്റെ ആദ്യത്തെ വണ്ടിയും ഒരു ഫിയറ്റ് ആയിരുന്നു. ഫിയറ്റ് പാലിയോ തന്നെ ആയിരുന്നു. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ, 1.9 ലിറ്റർ അതായിരുന്നു. അത് കഴിഞ്ഞ് ഫിയറ്റിനോടൊരു ആഗ്രഹം, ഇത് ബിൽ ക്വാളിറ്റി ഒക്കെ അത്രയും നല്ലതാണല്ലോ, സാറിന് അറിയാം അതിനെ. അപ്പം അങ്ങനെ ആഗ്രഹം വന്ന് പിന്നെയും ഞാൻ എടുത്ത വണ്ടി ഒരു പാലിയോ തന്നെ ആയിരുന്നു. അത് മൾട്ടി ജെറ്റ് 90 bhp 90 അല്ല 72 bhp ആദ്യത്തെ 2008. പിന്നെ അത് കഴിഞ്ഞപ്പം അതിനകത്ത് ഈ എയർ ബാഗിൻ്റെ ഇഷ്യൂ, അതിനകത്ത് എയർ ബാഗ് ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ 2 പിള്ളേരായി. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര നിർബന്ധം എയർ ബാഗുള്ളൊരു വണ്ടിയൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് സെക്കൻഡ് ഹാൻഡ് ഞാൻ എടുത്തത്. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് പെട്രോളോ ഡീസലോ? ഡീസൽ. ഓക്കെ. അപ്പം ഈ അതിൽ നിന്ന് ഇതിലേക്ക് ഇപ്പം കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട്, ഇതൊരു സെഡാനാണ്. എന്താണ് മാറ്റം ഫീൽ ചെയ്തത്?
മാറ്റം ഫീൽ ചെയ്യുന്ന പറഞ്ഞാൽ പാലിയോ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ എളുപ്പമാണ്. ഈ ഇച്ചിരി കൂടെ പെർഫോമൻസ് ഇതിനെക്കാട്ടി കൂടുതലുണ്ട്. ഇത് ഇച്ചിരി വെയിറ്റ് കൂടുതലും നീളം കൂടുതലും ആയതുകൊണ്ട് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കംഫർട്ട് ഇതിനകത്താണ് കൂടുതൽ. അപ്പോൾ ഞാനീ പറഞ്ഞത് ശരിയല്ലേ, ഈ ഫിയറിൻ്റെ വണ്ടികൾ ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സേഫ്റ്റി ഫീൽ നമുക്ക് മറ്റു വാഹനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ? അതേ സത്യം, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ ഫിയറ്റിൻ്റെ പരസ്യത്തിൽ പോലും ഒരു സ്റ്റാർ റേറ്റിംഗ്സ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമുക്കറിയാം അത്രയും ക്വാളിറ്റി ഇത് ഓടിക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ നമുക്കിതിൻ്റെ എല്ലാവരും ഈ ബോഡിയൊക്കെ പ്രസ് ചെയ്ത് നോക്കുമല്ലോ, ഇത് തന്നെ നോക്കുമ്പോൾ നമുക്ക് ബോണറ്റിൻ്റെ വെയിറ്റും എല്ലാം നോക്കുമ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് സേഫ് ആണെന്നൊരു ഉറപ്പാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാവുന്ന കാര്യം? ഇപ്പം 90 bhp ആണിത്, എന്നാലും ആ പെർഫോമൻസ് ഒരു ഇനിഷ്യൽ പെർഫോമൻസ് ഇല്ല. പിന്നെ സർവീസ് മെയിൻ ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ എവിടെ സർവീസ് ചെയ്യുന്നത്? ഞാനിപ്പം ചേരാനല്ലൂർ ബോഷിലാണ് ഇപ്പം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാർട്സ് അവൈലബിലിറ്റി ഉണ്ട്, എന്നാലും കോസ്റ്റ്ലി ആണ്. പിന്നെ ഈ പഴയ വണ്ടികളോട് താല്പര്യമുള്ളതുകൊണ്ട് എവിടെന്നെങ്കിലുമൊക്കെ ഞാൻ തപ്പി പിടിച്ച് കൊണ്ടുവരും പാർട്സൊക്കെ കൊണ്ടുവരും. ഇവിടെ ഫിയറ്റ് ഉണ്ടായിരുന്ന കാലത്ത് പോലും എനിക്കന്നൊരു യൂനോ ഉണ്ട്. ആ കാലത്ത് പോലും ഒടുക്കത്തെ കോസ്റ്റ് ആയിരുന്നത്. അന്ന് TVS ആയിരുന്നു എൻ്റെ സർവീസ്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാനൊക്കെ മാതൃഭൂമിയിൽ വളരെ ചെറിയ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന കാലത്ത് 4 മാസത്തെ ശമ്പളം വേണമായിരുന്നു അന്ന് യൂനോ എന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കണമെങ്കിൽ. അത് അന്ന് തൊട്ട് അതിൻ്റെ ഒരു സ്ഥിതി അതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു യൂറോപ്യൻ പാർട്സൊക്കെ തന്നെ ആയിരിക്കാം ഇതിന് വരുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം ഈ സെയിം എഞ്ചിൻ മാരുതി സ്വിഫ്റ്റിലൊക്കെ ഉള്ളതുകൊണ്ടും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണോ മെയിൻ വണ്ടി? ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന മെയിൻ വണ്ടി ഇതാണ്. അപ്പം മറ്റേ പഴയ പാലിയോ ഇപ്പോഴും ഉണ്ടോ? പാലിയോ ഉണ്ട്. പിന്നെ കുറച്ച് പഴയ വണ്ടികളുടെ ഒരു കളക്ഷൻ ഉണ്ട്. അതൊക്കെയാണ്. അതൊരു 124 ഉണ്ട്, W124 ബെൻസിൻ്റെ. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി ഓടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ OLX തപ്പി ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ജോർജ് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പൂനെയിൽ പോയി വണ്ടി എടുക്കാൻ വേണ്ടി. അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ്. അതേത് മോഡലാണ്? അത് 88 മോഡൽ. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് 2000 എന്ന് പറഞ്ഞൊരു. പിന്നെ സ്റ്റാൻഡേർഡ് 2000 ഞാൻ വളരെ കാലം തപ്പിയിട്ടാണ് എനിക്ക് ഒരിക്കൽ ജോമോൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയത്. അതുണ്ട് കയ്യിൽ. അപ്പോൾ സ്റ്റാൻഡേർഡ് 2000 ഉണ്ട്. പിന്നെ അതേപോലെ ഇങ്ങനെ ഒരു ടാറ്റ എസ്റ്റേറ്റും ഉണ്ട്. അപ്പം 3 വണ്ടികൾ പഴയതുണ്ട്. ശരി. അപ്പം കുറേയൊക്കെ 124 റണ്ണിങ് കണ്ടീഷനാണ്. മറ്റേ രണ്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ കോസ്റ്റ്ലി അല്ലേ അതിൻ്റെയൊക്കെ പാർട്സും അതിൻ്റെയൊക്കെ മെയിൻ്റനൻസും? 124 മെയിൻ്റനൻസ് ഭയങ്കര കുറവാണ്. എനിക്കൊന്ന് ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ ഒരു 7 കൊല്ലമെങ്കിലും ആയി. എനിക്ക് മാക്സിമം കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയെ ചിലവായിട്ടുള്ളൂ. ശരി. ബാക്കി മറ്റേ 2 വണ്ടികളും അറിയത്തില്ല, റിസർവേഷൻ നടക്കുന്നേ ഉള്ളൂ, നമുക്ക് അറിയില്ല എന്താവും എന്നുള്ളത്. ബെൻസിന്റെ ഇപ്പോൾ W124 പാർട്സ് ഒക്കെ അവൈലബിൾ ആണ് അല്ലേ? ഓൾമോസ്റ്റ് അവൈലബിൾ ആണ്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ ഡൽഹി പോലൊരു മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പഴയ വണ്ടികൾ കാര്യം നമുക്ക് കാണാനൊക്കെ ഭംഗിയാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും പുതിയ വണ്ടി എന്ന് പറയുന്നൊരു സംഭവം ആവശ്യമാണല്ലോ ഒരു കാലഘട്ടത്തിന്. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഉടനെ? ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന XUV 500 ആണ്. അപ്പം എനിക്ക് ആ വണ്ടി ഞാൻ 1,00,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഞാനത് കൊടുത്തത്. എനിക്കൊരു XUV 700 താല്പര്യമുണ്ട്. മഹീന്ദ്ര, എനിക്ക് ഇന്ത്യൻ മെയ്ഡ് വണ്ടികളോട് ഭയങ്കര താല്പര്യമാണ്. ടാറ്റയോ സഫാരിയോ അല്ലെങ്കിൽ XUV 700 ആണ് മെയിൻ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഭയങ്കര വൈറലായിരുന്നു. അത് ഇടയ്ക്കൊരു വിവാദം പറഞ്ഞു. അതല്ല, വണ്ടി ആസ് ഇറ്റ് ഈസ് കുറേ നന്നാക്കിയിട്ടുണ്ട്. കൂടുതൽ ഇപ്പം 70 കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ആയിരുന്നു, ഇപ്പോൾ 83 ആയി. അതുപോലെ ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭംഗിയുള്ള എഡിഷൻ വന്നു. അങ്ങനെ മൊത്തത്തിൽ നന്നാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ അത് കാര്യമായ രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഹീന്ദ്രയ്ക്ക് നല്ല ചേഞ്ച് നല്ല ചേഞ്ചാണ്. പലപ്പോഴും സർവീസിൻ്റെ കാര്യത്തിൽ ചില പരാതി ഇപ്പോഴും ഈ ടാറ്റയുടെ പോലെ തന്നെ ഉണ്ട്. എങ്കിൽ പോലും വണ്ടികൾ ഇൻ്റർനാഷണൽ ക്വാളിറ്റി, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോൾ ഇതിപ്പോൾ എത്ര ദൂരമൊക്കെ ഓടിച്ചിട്ടുണ്ടാവും? ഒരു ലോങ് ട്രിപ്പ് ഞാൻ ഈ അടുത്തൊരു ഉടുപ്പി പോയായിരുന്നു. ഉടുപ്പിയിൽ നിന്ന് ഒരു ഹാസനിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്നു. ചെറിയ നല്ല മൈലേജ് ഉള്ള എഞ്ചിനുമാണല്ലോ അല്ലേ? മൈലേജ് ലോങ്ങിലൊരു 22-23 കിട്ടും. ചെറിയ ഓട്ടങ്ങൾക്കൊരു 13-14. എന്നാലും കുഴപ്പമില്ല, അതൊരു മോശമല്ലാത്ത മൈലേജാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞല്ലോ, ഒരു കുറ്റവും പറയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം ഈ ഇക്കോസ്പോർട്ട് പോലെ തന്നെയാണ് ഫിയറ്റിൻ്റെ വണ്ടികൾ ഉപയോഗിക്കുന്നതിന് ഒരു കുറ്റവും പറയില്ല. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്, ഫിയറ്റ് മാത്രമേ വാങ്ങിക്കുള്ളൂ. ഒരെണ്ണം വിറ്റാൽ അടുത്ത പഴയതൊരെണ്ണം വാങ്ങിച്ചോണ്ട് വരും. അങ്ങനെയാണ് വലിയ. എനിക്ക് തോന്നുന്നു ഫിയറ്റിന് ഏറ്റവും നല്ലൊരു ഗ്രൂപ്പുണ്ട്. ഫിയറ്റ് ഓണേഴ്സ്, അത് അങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഓണേഴ്സ്, ഫസ്റ്റ് ഹാൻഡ് ഓണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ ഗ്രൂപ്പ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഡ്രൈവ് നടത്താറുണ്ടോ? ഡ്രൈവ് ഉണ്ട്. അവർ മിക്കപ്പോഴും എന്നെ വിളിക്കും. എനിക്ക് പോകാനുള്ള സമയ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പോകാത്തതാണ്. ഇപ്പോൾ ഈ അടുത്ത് വാഗമണിലായിരുന്നു ഫിയറ്റ് ഫാമിലിയുടെ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പാർട്സ് നമുക്ക് വേണമെങ്കിലും, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആ
അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അത് എവിടെയാണോ ഈ ഇന്ത്യയിൽ എവിടെയാണോ അതിന്റെ ലിങ്കും ഫോൺ നമ്പറും എല്ലാം വരും. നമുക്ക് അന്നേരം ഓർഡർ ചെയ്തെടുക്കാം. അത്രയും ക്ലോസ് ആണ് എല്ലാവരും. അത് എനിക്ക് വണ്ടിയോടുള്ള ഇഷ്ടം കാരണമാണ് ഇത്രയും. നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന വണ്ടിയാണ്, ഒരിക്കലും അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാകില്ല, ഒരു കൂട്ടായ്മ ഉണ്ടാകില്ല. അത് വണ്ടിയെ സ്നേഹിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഇത് വിൽക്കാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ എന്തായാലും ദീർഘകാലം കൈ കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കും. ഉറപ്പായിട്ടും ഞാൻ കൊടുക്കുന്നില്ല. അതെ. അപ്പോൾ വീണ്ടും നമുക്ക് എറണാകുളത്തെ നഗരവീഥികളിൽ ഡോക്ടറെ കണ്ടെത്താം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതാണ് എത്ര വർഷം കഴിഞ്ഞാലും ജനഹൃദയങ്ങളിൽ എന്താണ് ഒരു സ്ഥാനമുള്ള വാഹനമാണ് മാരുതിയുടെ സ്വിഫ്റ്റ്. ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വരാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, കഴിഞ്ഞ ദിവസം പോലും 4 രജിസ്ട്രേഷൻ സ്വിഫ്റ്റുകൾ കാണുന്നുണ്ട്. അതായത് ഇത്രയും വർഷം കഴിഞ്ഞാലും സ്വിഫ്റ്റിന് ജനപ്രീതിക്ക് യാതൊരു കുറവുമില്ല. ഇപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഇനിയുള്ളത് ഒരു സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഗംഭീരമായിട്ട് മോഡിഫൈ ചെയ്തൊരു സ്വിഫ്റ്റാണ്. ഇതിൻ്റെ ഓണറാണ് നമ്മളോടുള്ളത്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. പേര്? അനുരഞ്ജ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ശരിക്കും ഞാൻ ഇപ്പോൾ കാക്കനാടാണ്, കിൻഫ്രയിലാണ് വർക്ക് ചെയ്യുന്നത്. മാക്പോർ എന്ന കമ്പനിയാണ്. നാട് പത്തനംതിട്ട, കോന്നി. ആനക്കോടിൻ്റെ സ്ഥലം. ഓ അതെ. അപ്പോൾ ആനയുടെ ഒരു രൂപമുണ്ട് കേട്ടോ. എത്ര കാലമായി ഈ ഒരു ഇതിലേക്ക് ഇത് മാറ്റിയിട്ട് മോഡിഫൈ? ഇത് ശരിക്കും 2008 മോഡൽ ഡിസയർ ആണ്. LDA മോഡലാണ്. ഡിസയർ ആണ് 2008 മോഡൽ. എനിക്കൊന്ന് പത്തനംതിട്ടയിലെ ഫസ്റ്റ് ഒരു ബ്ലാക്ക് ഡിസയർ ആണിത്. 2008 എടുത്താണ്. ഇപ്പോൾ 16 years ആയി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. 16 വർഷമായിട്ട് കൊണ്ടു നടക്കുന്നത്. അന്ന് പുത്തൻ വണ്ടി എടുത്താണ്. ഡീസലോ പെട്രോളോ? ഡീസൽ മാനുവൽ. ഡീസൽ മാനുവലാണ്. ഇപ്പോൾ അറൗണ്ട് 1,75,000 kilometers ആയി. അങ്ങനെ നമ്മൾ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത്. എന്താണ് ഈ പൊന്നുപോലെ കൊണ്ടു നടക്കാനുള്ള കാര്യം? ഈ വണ്ടി അത്ര ഇഷ്ടപ്പെട്ടിട്ടാണോ? അത്ര ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഇതെൻ്റെ സ്കൂൾ ടൈമിൽ എടുത്തൊരു വണ്ടിയാണ്. അത് വെച്ചാൽ ഞാൻ +2 പഠിക്കുമ്പോൾ എടുത്താണ്. അന്ന് പിന്നെ ലൈസൻസ് ഒന്നും ഇല്ലാന്നുകൊണ്ട് ഓടിക്കാൻ പറ്റില്ല. ലൈസൻസ് എടുത്ത കാലം തൊട്ട് ഈ വണ്ടിയാണ് എൻ്റെ കൂടെ എല്ലാത്തിനും. ഞാൻ എവിടെ പോയാലും എല്ലാ കാര്യത്തിനും ഈ വണ്ടിയാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം റീടെസ്റ്റ് ആയിരുന്നു. റീടെസ്റ്റ് എല്ലാം നമ്മൾ സ്റ്റോക്കാക്കി വണ്ടി റീടെസ്റ്റ് ചെയ്തു. പിന്നെ ഒരു 6-7 മാസം സ്റ്റോക്ക് ലുക്കിൽ കൊണ്ടു നടന്നു. എല്ലാ സ്റ്റോക്ക് പാർട്സ് എല്ലാം ഉണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഇതെല്ലാം എടുക്കുക, നമ്മളതിനെ സെറ്റ് ചെയ്യുന്നു, മാറ്റുന്നു, അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അല്ല, ഇത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊന്നും ഇനി കിട്ടില്ല, കിട്ടാനില്ലല്ലോ. അപ്പോൾ ഈ ഒരു കിറ്റ് എനിക്ക് തോന്നുന്നത് ജപ്പാനിലൊക്കെ നമ്മൾ GT കിറ്റ് തന്നെയാണ്. പക്ഷേ ഡിസയർ അവിടെ ഇല്ല, സ്വിഫ്റ്റിന്റെ ആണ്. അപ്പോൾ സ്വിഫ്റ്റിന്റെ GT കിറ്റ് തന്നെ കയറ്റിയാണ്. ഇത് നമുക്ക് ഇന്ത്യയിൽ ശരിക്കും ഇല്ല, അതുകൊണ്ട് നമ്മൾ ഫൈബറിൽ ചെയ്തെടുത്താം. ചെയ്തെടുത്താണ്, ഫൈബറിൽ ചെയ്തെടുത്താണ്. അതാരാ അപ്പം അങ്ങനെ ചെയ്തത്? ഇത് അടൂര് ട്യൂണേഴ്സ് സെറ്റ് എന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഇത് പറയുന്ന രസമാണ്. ഇതിന്റെ ലോക്കൊക്കെ റാലി സ്പെക്ക് പോലെയാണ് നമുക്ക് തോന്നുന്നത് വണ്ടി കാണുമ്പോൾ. അതുപോലെ ലൈറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് തൈവാന്റെ ലൈറ്റ് ആണ്. തൈവാൻ ലൈറ്റ് ആണ്. നമ്മൾ ഇവിടെ കിട്ടും, ഇപ്പം ആഫ്റ്റർ മാർക്കറ്റ് ആണ്, നമ്മൾ തന്നെ വാങ്ങിച്ച് ചെയ്തതാണ്. ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ? ഇത് ശരിക്കും നമ്മുടെ ഫിയറ്റിന്റെ എഞ്ചിനായിരുന്നു. 2008 വന്നുകൊണ്ടിരുന്ന ഫിയറ്റിന്റെ എഞ്ചിൻ. അതെ. ഇതിന്റെ പവർ തന്നെയാണ് ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട്. എൻ്റെ ശരിക്കും 2023 ഒരു സ്വിഫ്റ്റും കൂടെ ഉണ്ട്. അതും ബ്ലാക്ക് ആണ്. അത് ZX ആണ്, വൈഫിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതിന് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയാമല്ലോ മാരുതിയുടെ ബിൽ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു, അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? അല്ല, അത് കുറച്ചുകൂടെ ഇതിന് വെച്ച് നോക്കുമ്പോൾ ബോഡി വെയിറ്റ് കുറവുണ്ട്. പക്ഷേ എനിക്ക് അന്ന് ഇന്നും ഇഷ്ടം ഇത് തന്നെയാണ്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. പക്ഷെ എവിടെ പോണേലും നമ്മൾ ഇവനെയാണ് കൊണ്ടു നടക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും ഈ ലോവർ ചെയ്തിട്ടുണ്ടല്ലോ, തട്ടുന്ന പ്രശ്നങ്ങളുണ്ടോ ബമ്പിലൊക്കെ? ബമ്പ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയാണ് ചരിച്ചെടുക്കും. പിന്നെ ഞാൻ അധികം സ്പീഡിൽ ഇത് കൊണ്ടുപോകാറില്ല. ഒരു 50-60 സ്പീഡിൽ നമ്മൾ ഇവനെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നമ്മൾക്ക് കൊണ്ടു നടക്കുക. നമ്മളെ ഇവനത് മാന്യനാക്കി മാറ്റി നടക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരിക്കലും സ്പീഡിൽ പോകാറില്ല. പ്രത്യേകിച്ച് ഈ വണ്ടിയും കൊണ്ടാണെങ്കിൽ ഞാൻ എങ്ങനെ സ്പീഡിൽ പോകും. നമ്മളൊരു 60-50-60 സൈഡിൽ കൂടെ പോവുക. ഹമ്പൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, സാവധാനം എടുത്തു പോവാണ് ചെയ്യാറ്. എന്താണ് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് പറയാവുന്നത്? പോരായ്മ എനിക്ക് സത്യം പറഞ്ഞ ഈ വണ്ടിയിൽ ഒരു പോരായ്മയും ആണല്ലോ. ഇതുവരെ ഇപ്പോൾ 16 വർഷമായി എൻ്റെ കൂടെ, എൻ്റെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ട്. എനിക്ക് ഞാനിപ്പോൾ 5,000 വെച്ച് ഓയിൽ ചേഞ്ചും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു 1,20,000 വരെ 10,000 ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 5,000 ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ചെയ്യും. 1.25 ലക്ഷം എഞ്ചിനൊന്നും തൊട്ടിട്ടില്ല, അനങ്ങിയിട്ടില്ല. ആകെ 1 lakhന് ടൈമിംഗ് ചെയിൻ മാറി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാ പിന്നെ എന്തെങ്കിലും നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്ന അപ്പോൾ തന്നെ റെക്ടിഫൈ ചെയ്ത് പോകുന്നല്ലാതെ വേറെ ഒരു മേജർ വർക്കോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടി നമുക്ക് വന്നിട്ടില്ല. എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കും വണ്ടിക്ക് നമ്മളെ അറിയാം, നമുക്ക് വണ്ടി അറിയാവുന്നതുകൊണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും എല്ലാത്തിനും ഈ വണ്ടിയായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഒരു 7 years ഇവിടെ നാട്ടിലില്ലായിരുന്നു, കുവൈറ്റിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിലെല്ലാവരും പറഞ്ഞത് കൊടുത്തേക്ക്, ഓടുന്നില്ലല്ലോ.
കാരണം ഇയർലി വൺസ് ആണ് നമ്മൾ വരുന്നത്. ബാക്കി 11 മാസവും വെറുതെ കിടക്കുകയാണ്. അപ്പം അമ്മ അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിക്കും. അപ്പം അമ്മ വീക്കിലി അല്ലെങ്കിൽ ട്വൈസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് മുറ്റത്തൊക്കെ ഇറക്കിയിടും, വീണ്ടും കയറ്റി മറ്റേ പൊതിച്ചിടും. അങ്ങനെ 11 മാസം വെറുതെ കിടക്കും. ഞാൻ വരുന്ന 1 മാസം ഓടിക്കും, വീണ്ടും 11 മാസം വെറുതെ കിടക്കും. അങ്ങനെ കിടന്ന് പക്ഷെ കൊടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 7 വർഷം കൊണ്ട് 1.25 ഓടിയെന്ന് പറയാം അല്ലേ? കോളേജ് ടൈമിലൊക്കെ നല്ല ഓട്ടമായിരുന്നു. കാരണം ഞാൻ പോയി ഒരു ഈരാറ്റുപേട്ടയിലായിരുന്നു പൂഞ്ഞാറ പഠിച്ചത്. അപ്പം പൂന്നിന്ന് പോയി വരും. അതുപോലെ ഇപ്പോൾ ഏറ്റവും പുതിയ വണ്ടികൾ വന്നപ്പോഴത്തേക്ക് ധാരാളം ഫീച്ചേഴ്സ്, കണക്ടിവിറ്റി ആയാലും പല ഫീച്ചേഴ്സും വന്നല്ലോ. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നില്ലേ? കണക്ടിവിറ്റി വെച്ചാൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ അപ്ഡേഷൻ സിസ്റ്റത്തിലൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ കാലത്തിനനുസരിച്ച്. ആദ്യം ഞാൻ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ CD ഒക്കെ ആയിരുന്നു. അപ്പോൾ CD പ്ലെയർ വെച്ചു. പിന്നെ USB വന്നു, അപ്പോൾ USB പ്ലെയർ വെച്ചു. പിന്നെ ബ്ലൂടൂത്ത് വന്നപ്പോൾ ബ്ലൂടൂത്ത് പ്ലെയർ വെച്ചു. അപ്പോൾ നമ്മൾ കാലത്തിനനുസരിച്ച് ഒരു അപ്ഗ്രഡേഷൻ നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ കണക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉണ്ട്. പിന്നെ വണ്ടി നമുക്ക് ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ മാരുതിയുടെ കാര്യം നമ്മൾ പല കുറ്റങ്ങളും പറയുമെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 16 വർഷമായിട്ട് ഇപ്പോഴും ഓയിൽ ചേഞ്ച് മാത്രം ചെയ്തുകൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ടൈമിംഗ് ബെൽറ്റ് മാത്രം ഒരു പ്രാവശ്യം മാറി. അതാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് സുസുക്കിയുടെ. എന്തൊക്കെ കുറ്റങ്ങൾ നമ്മൾ പറഞ്ഞാലും. പക്ഷേ ഇപ്പം ആ പുതിയ കാലത്ത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളൊക്കെ വന്നല്ലോ, ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ നെക്സോൺ ഒരു തവണ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. എന്തായിരുന്നു ഫീൽ ചെയ്തത്? എനിക്ക് ഒറ്റ തവണ ഓടിച്ചുള്ളൂ. എനിക്കെന്തോ ഒരു കൺട്രോൾ കിട്ടാത്ത പോലെ ഫസ്റ്റ് ടൈം ഓടിച്ചോണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പിന്നെ ഓടിച്ചിട്ടില്ല. നമ്മുടെ ഈ വണ്ടികൾ ഒരു ഹെവിനെസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വണ്ടി പോവാണെന്ന് പോലെ നമുക്ക് സ്റ്റാർട്ടായ പോലെ നമുക്ക് അറിയുന്നില്ല എന്നൊരു ഫീൽ തോന്നും. പക്ഷേ എനിക്ക് ഇപ്പോഴും ഡീസൽ വണ്ടികളാണ് എപ്പോഴും ഇഷ്ടം. ഇതിലൊരു XUV ഉണ്ട്, അത് ഡീസലാണ്. പിന്നെ ഒരു വാഗണാർ ഉണ്ട്, അത് ഓട്ടോമാറ്റിക് AMT ആണ്. സ്വിഫ്റ്റും AMT ആണ്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പി ആയിട്ട് രാവിലെ ഒരു സ്വിഫ്റ്റ് ഡിസയർ കസ്റ്റമറാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഹാപ്പി മോട്ടറിങ്. തുടർന്നും പുതിയ പുതിയ വണ്ടികൾ നമുക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ബൈച്ചേട്ടൻ്റെ എല്ലാ വീഡിയോസും കാണുന്നതാണ്. സന്തോഷം. നല്ല ക്ഷമയുള്ള ആളാണ്. അതെ, ഞങ്ങൾ കുവൈറ്റിലുള്ള സമയത്തും എല്ലാ വീക്കെൻഡ്സിലും ആദ്യം അച്ഛൻ കാണുന്ന ബൈച്ചേട്ടൻ്റെ വീഡിയോ. എന്നിട്ട് പറയും, എടാ പുതിയൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, ബൈച്ചേട്ടൻ്റെ വീഡിയോ നീ കണ്ടുപോകും. പുള്ളിയാണ് ഇപ്പോഴാണെങ്കിലും പുള്ളിയാണ് എന്നോട് ആദ്യം പറയുന്നത്, പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, കണ്ടുപോകും. ഓ ഷുവർ 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 പറയാം. അപ്പോൾ ആദ്യകാലത്ത് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്കും ചൈനീസ് വാഹനം എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ചെങ്കിലും കുഴപ്പമില്ലാത്ത നിർമ്മാണ നിലവാരം കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ ഒരു വാഹനമാണ് ഇനി നമ്മോടൊപ്പം ഉള്ളത്. MG ഹെക്ടർ. നമസ്കാരം. പേര്? സച്ചിൻ. എന്ത് ചെയ്യുന്നു സച്ചിൻ? ഞാൻ IT പാർക്കിൽ. ഇവിടെയാണോ? കൊച്ചിക്കാരനാണോ? അല്ല, തൃശ്ശൂരാണ്. ഞാൻ കൊച്ചി ഒരു 10 years ആയിട്ട് സെറ്റിൽഡ് ആണ്. ശരി. അപ്പം കൊച്ചിയിലാണ് പ്രധാനമായിട്ടും ജീവിക്കുന്നത്. അതെ. അപ്പോൾ കൊച്ചിയിൽ ഇങ്ങനെ ഇത്രയും തിരക്ക് പിടിച്ചൊരു സിറ്റി ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ചെറിയ വണ്ടി വാങ്ങിച്ച് ഓടിക്കാനാണ് ശ്രമിക്കുക. പക്ഷെ ഉള്ളതിൽ ഏറ്റവും വലിയ വണ്ടി വാങ്ങിച്ചത് തീരെ തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് നോക്കിയത് തന്നെ. ഏറ്റവും റോഡ് പ്രസൻസ് ഉള്ളൊരു വണ്ടി ആണെന്നോ ആഗ്രഹം. നേരത്തെ ഒരു നിസാൻ സണ്ണി ആയിരുന്നു, അതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ നാട്ടിൽ. അതെ. അപ്പോൾ വലുപ്പം ഇച്ചിരി വീക്ക്നെസ് ആണ്. സ്പേഷ്യസ് ആവുന്ന വണ്ടികളാണ് താല്പര്യം. ഇനിയിപ്പോൾ ഒരു SUV ആയിരുന്നു കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ ഏറ്റവും സ്പേഷ്യസ് ആയിട്ട് ഏറ്റവും ബഡ്ജറ്റിൽ നിൽക്കുന്ന രീതിയിൽ വണ്ടി തപ്പി. വേറെ ഒന്നും ഓപ്ഷൻസ് ആക്ച്വലി ഉണ്ടായിരുന്നില്ല. ഹാരിയറും സെൽറ്റോസും ആയിരുന്നു പിന്നെ ഓപ്ഷൻസ്. ഞാൻ ബൈച്ചേട്ടനെ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ട്, ഇതുവരെ റിപ്ലൈ പിന്നെ. അപ്പോൾ വീട്ടിൽ നിന്ന് ചോദിക്കും, ബൈച്ചേട്ടൻ റിപ്ലൈ ചെയ്തോ, എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ഫൈനലി അവിടെ എവിടെയും ബൈച്ചേട്ടൻ MGനെ കുറിച്ച് പറഞ്ഞേക്കണേ വിഷ്വലെടുത്ത് കാണിച്ചു പറഞ്ഞിട്ട് സെറ്റാണ്, ഇനി അത് എടുക്കാം പറഞ്ഞു. എത്ര കാലം എടുത്തിട്ട്? ഞാൻ ഇപ്പോൾ 3 years കംപ്ലീറ്റ് ആയി. ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രശ്നം തോന്നിയിരുന്നു, അത് ചൈനീസ് വണ്ടി അല്ലേ എന്നൊരു പ്രശ്നം. അത് വളരെയധികം തോന്നിയിരുന്നു. ഞാൻ മെസ്സേജിൽ അതാ പറഞ്ഞേക്കണേ, ഞാൻ എടുക്കണതിന് ഒരു 3 months മുന്നേ മെസ്സേജ്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ സമയത്ത് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റേ ബാനും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഓക്കെ ഇതിൻ്റെ ഫ്യൂച്ചറിൽ എന്ത് ബാധിക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവരുടെ സർവീസ് നല്ലതാ, വണ്ടി നല്ലതാന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ ഫ്യൂച്ചറിൽ എന്ത് ബാധിക്കും എന്നുള്ളത്. അതെ അതെ അതെ, ആ പ്രശ്നം. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് നോക്കി, ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിന്നെ ഹാരിയർ ഞാൻ ഇരുന്ന് നോക്കി, പക്ഷേ ബാക്കിലുള്ള ലെഗ് സ്പേസ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഏത് വേരിയന്റാ? ഇത് ഷാർപ്പ് എന്ന് പറഞ്ഞിട്ട് പെട്രോൾ ഓട്ടോമാറ്റിക് DCT. ഇതിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് വളരെ കുറവാണെന്ന് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പരാതിപ്പെട്ടത് നമ്മുടെ ലെനയാണ്. നമ്മുടെ പരാതിപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എന്താണ് മൈലേജ് കിട്ടുന്നത്? മൈലേജ് ഒരു 10-11 മാക്സിമം. ഹൈവേ പോലും ഹൈവേയിൽ ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്തു. ഒരു വർഷം യൂസ് ചെയ്ത് നമുക്ക് മൈലേജ് അങ്ങോട്ട് ആദ്യമൊക്കെ നമുക്ക് മൈലേജ് ശ്രദ്ധിക്കില്ല. വണ്ടിയോടുള്ള ഒരു ഇഷ്ടം ഭയങ്കര ആ ഒരു ഇനീഷ്യൽ പുതുമയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് എടുത്തത്. അപ്പോൾ പാലിയേക്കര അവിടെ ഉള്ളടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമുക്ക് മൈലേജ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവരെന്താ ചെയ്യണം, മറ്റേ പാലിയേക്കര ടോളിന്ന് പാലക്കാട് റൂട്ടിൽ ഒരു വണ്ടിയും ഇല്ല, സിഗ്നൽ പോലും ഇല്ലാത്ത റൂട്ടിൽ പോയി അനങ്ങാണ്ട്. അത് പുള്ളി മറ്റേ 2000 RPM പിടിച്ച് പോയി തിരിച്ചു വന്നു. അപ്പോൾ ഒരു 14 മൈലേജ് കിട്ടി. പക്ഷെ അത് പ്രാക്ടിക്കലി നമുക്ക് നടക്കില്ല. പക്ഷെ അത് മാത്രമാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഹൈവേയിൽ ഇപ്പൊ എത്രയാണ് നമുക്ക് ആക്ച്വലി? 12 ഒക്കെ മാക്സിമം. കാരണം ഹൈവേയിലും നമ്മൾ അല്ലെങ്കിൽ പിന്നെ അത്രയും പ്ലാൻ ചെയ്ത് ഒട്ടും ട്രാഫിക് ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ പോയി വരികയാണെങ്കിൽ
വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുണ്ടോ? ഡ്രോബാക്ക് ആയിട്ട് പിന്നെ പറയാനുള്ളത് പിന്നെ ടച്ച് ഇച്ചിരി റെസ്പോൺസീവ്നെസ് കുറവാണ്. അത് പുതിയതിന് ആക്ച്വലി ബെറ്റർ ആണ്. പിന്നെ അതിനേക്കാൾ മെയിൻ കുറവായിട്ട് തോന്നിയത് DCTയുടെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഇനീഷ്യൽ ഇപ്പോൾ ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ യൂസ്ഡ് ആണ്. പക്ഷേ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി എടുക്കുമ്പോൾ അവർക്ക് യൂസ്ഡ് അല്ല ഇതിൻ്റെ ഒരു ലാഗ്. പക്ഷെ അതിൻ്റെ ഏറ്റവും വിഷമം പറഞ്ഞാൽ പുതിയ MGയുടെ CVT ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ സഹിച്ചില്ല. ഒരു ലാഗും ഇല്ലാണ്ട് സ്വന്തമായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. അതുപോലെ DCയുടെ കാര്യത്തിൽ ഇപ്പോൾ വേറെ കേൾക്കുന്നൊരു കാര്യം വെച്ചാൽ അത് ഹീറ്റ് ആകുന്നത് നിന്ന് പോകുന്നത് അങ്ങനെ എപ്പോഴെങ്കിലും ഇല്ല അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല. എനിക്ക് വണ്ടി കൊണ്ട് ഇതുവരെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പിന്നെ സർവീസ് ഓൾസോ പക്കയാണ്. ഞാൻ തൃശ്ശൂരാണ് ചെയ്യണത്. അപ്പോൾ അവിടെ ലിജി നിനേഷ് എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ട്. അവർ ഫുൾ ഹെൽപ്പാണ്. സർവീസ് കാര്യത്തിൽ ഭയങ്കര. സാധാരണ സർവീസ് കോസ്റ്റ് ഒക്കെ എത്ര വരുന്നുണ്ട്? ഞാൻ മറ്റേ അഡീഷണൽ വാറണ്ടി പോലത്തെ സംഭവം എടുത്തായിരുന്നു. ഒരു 3 ഇയേഴ്സിൻ്റെ. അതൊരു 9,000 ആണ്. എനിക്ക് ആകെ ഇപ്പം മൊത്തത്തിൽ പേ ചെയ്തിട്ടുണ്ടാവുക ഒരു 6,000 ആണ്. പല സർവീസുകൾ കൂട്ടിയിട്ട് ടോട്ടൽ 6,000 ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. എത്ര ഓടിയിട്ടുണ്ടോ ഇപ്പം? 30,000. ഭീകര ഓട്ടോ ഇല്ല. തൃശ്ശൂർ എറണാകുളമാണ് കൂടുതലും. പിന്നെ ലോങ്ങസ്റ്റ് ഞാൻ പോയേക്കണത് കണ്ണൂരാണ്. അന്ന് പോയി വന്നപ്പോഴാണ് നമ്മൾ ആ പെട്രോളിന്റെ വേദന ഇച്ചിരുന്നത്. കാരണം ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ ആക്ച്വലി 6 പേരുണ്ട്. 6 പേര് സുഖമായിട്ട് ഇരുന്ന് പോയി. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെ കംഫർട്ടാണ് ബാക്ക് സീറ്റിൽ. പോയി തിരിച്ചു വന്നപ്പോൾ നമ്മൾ മറ്റേ സ്പ്ലിറ്റ് വൈസിൽ പെട്രോളിന്റെ പൈസ ഇട്ടപ്പോഴാണ് ഈശ്വര അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഈ ഇത്രയും പേര് ഇരുന്നിട്ട് പോകുമ്പോഴും പവർ ലാഗ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല? ഇല്ല. അത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ആൾക്കാർ കൂടുതലായോണ്ടെന്നുള്ള ഒരു ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ SUV ആണ്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ ബാക്കി ഇരിക്കുന്നവർക്ക് ഒരു ബോഡി റോള് ഒട്ടുമില്ല. ബാക്കിലിരുന്നവര് അറിഞ്ഞിട്ടില്ല പോയി വന്നത്. ഇത്ര കംഫർട്ടബിൾ ആണ്. ഭയങ്കര കംഫർട്ടിന്റെ കാര്യത്തിൽ അതിനകത്ത് നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. ഈവൻ നമ്മളിപ്പോൾ കസിൻസ് ഒക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ നൈറ്റ് ഡ്രൈവിന് ഫുഡൊക്കെ അടിക്കാൻ പോകുന്ന സമയത്ത് പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് തുറന്നിട്ട് അവരെ ലിവിംഗ് റൂമിൽ ഇടുന്ന പോലെയാണ് ബൂട്ടിലോട്ട് കയറ്റി വെച്ച് അവിടെ നമ്മൾ ഫുഡ് വെച്ച് കഴിക്കണം. അത്രയും സ്പേഷ്യസ് കാര്യത്തിൽ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ മൈലേജ് മാത്രമാണ്. അപ്പോൾ മൈലേജ് മോശമാണെന്നുള്ളതുകൊണ്ട് വിൽക്കാനുള്ള പരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പറ്റുന്നില്ല. അതല്ലേ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമായിട്ട് വിൽക്കാൻ പറ്റുന്നില്ല. കാരണം വേറെ നമുക്കൊരു ഓപ്ഷൻ അതിനകത്ത് തോന്നുന്നില്ല. തന്നെയല്ല റീസെയിൽ വാല്യൂ പെട്രോൾ ഓട്ടോമാറ്റിക് ഇത്തിരി കുറവാണ് അല്ലേ? എന്റെ കസിൻസിന് 2-3 പേർക്ക് MG ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് എടുത്തത്. എല്ലാവരും ഈ പറഞ്ഞോണം ഒരാൾക്ക് ഗ്ലോസ്റ്റർ ഉണ്ട്. ഇവരെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലോസ്റ്ററും ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ തേർഡ് റോ സീറ്റിൽ ഇത്ര അധികം സ്പേസ് ഉള്ള ഒരു വണ്ടി. അതാണ് സ്പേസിന്റെ കാര്യത്തിൽ ഒരു ലക്ഷ്യമായിട്ടാണ്. പക്ഷേ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആദ്യകാലത്ത് എനിക്കൊക്കെ ഇതൊരു ചൈനീസ് വണ്ടി എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ നമ്മളെ ഇവരുടെ പ്ലാന്റിൽ കൊണ്ടുപോയി ഷാങ്ഹായിൽ, ചൈനയിൽ. അവിടെ വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറാണ് ചൈനയിലെ. ഗവൺമെൻറ് കമ്പനി തന്നെയാണ്. 10 പോലെ മോഡലുകളുണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നൊരു ഞാൻ പോയിട്ട് 4 വർഷമായി കാണും. 4 വർഷം മുമ്പ് പോലും ഇലക്ട്രിക് വണ്ടികളുടെ ചാകരയായിരുന്നു അവരുടെ. അതുപോലെ ഫുൾ നമ്മളിപ്പം ബെൻസിലൊക്കെ കാണുന്ന ഫുൾ ഡാഷ്ബോർഡിൻ്റെ അവിടെ ഫുൾ സ്ക്രീനുള്ള കാര്യമില്ല. അന്നേ അവിടെ വണ്ടികളുണ്ട്. അപ്പം അത്രയധികം ടെക്നോളജിക്കലി അവർ വളരെ മുന്നിലാണ്. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ വണ്ടിയുമാണ്, ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് മൈലേജ് ആദ്യമേ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു ഇത്. ആയിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് വണ്ടി എടുക്കാനുള്ള ധൃതി കാരണം ഫാദർ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അധികം കാൽക്കുലേഷൻ ഞാൻ സമ്മതിച്ചില്ല. ആക്ച്വലി നമ്മൾ മാനുവൽ ആയിരുന്നു എടുക്കേണ്ടത്. ഓട്ടോമാറ്റിക് അതിന്റെ കോമഡി അത് എനിക്ക് ബ്ലാക്ക് ഇച്ചിരി വീക്ക്നെസ് ആണ്. അപ്പോൾ ഇന്റീരിയർ ബ്ലാക്ക് കിട്ടുന്നത് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു വിധത്തിൽ ഫാദറിനെ കൺവിൻസ് ചെയ്തു. അപ്പോൾ ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ നെക്സോൺ ആണ് ഓടിച്ചത്. എന്താണ് ഒരു അഭിപ്രായം തോന്നിയത്? നെക്സോൺ ഞാൻ ഓടിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ഇച്ചിരി മോശം അഭിപ്രായമാണ്. കാരണം കാലിക്കറ്റിലോട്ടോ പോയത്. അപ്പൊ കണ്ണൂർ പോയ സെയിം ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരുന്നു. നമ്മൾ പോയി ഇപ്പൊ പല ആൾക്കാരും മാറി ഓടിച്ചു. ആരും ഇലക്ട്രിക് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞോണം ഓടിച്ച് പരിചയമില്ലാത്തവൻ ഓടിക്കുമ്പോൾ സ്പോർട്സ് മോഡ് ഇടും, പലതിടും. നമ്മുടെ കാൽക്കുലേഷൻ കംപ്ലീറ്റ് പാളി. ലാസ്റ്റ് ഹൈലൈറ്റ് മോഡില് മറ്റേ നമ്മുടെ ഫോൺ 1% ആകുമ്പോൾ പ്ലഗ് പോയിന്റിലോട്ട് ഓടുന്ന പോലെയാണ് നമ്മൾ ഓടിയത്. ഒരു 3% നമ്മൾ AC ഓഫ് ചെയ്തു. ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം ഭയങ്കര ബ്ലോക്കായി. AC ഓഫ് ചെയ്ത് വിൻഡോ ഒക്കെ താഴ്ത്തി നമ്മൾ മറ്റേ ആംബുലൻസ് പോണ പോലെ. കാരണം ഇത് വഴിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പണിയായില്ലേ. നേരെ പോയി ഹൈലൈറ്റ് മോഡ് അങ്ങനത്തെ ഒരു ഇഷ്യൂ. പക്ഷെ അതർവൈസ് ആക്ച്വലി സിറ്റി യൂസിന് നേരെ ഞാൻ യൂസ് ചെയ്യുന്ന പോലത്തെ യൂസിനാണെങ്കിൽ നല്ലതാണ്. അതെ, റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ വളരെ കൂടുതലാണ്. തന്നെയല്ല നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ പോകാൻ പറ്റില്ല. ഇതെടുത്തോണ്ട് എവിടെയും പോകാം. അല്ല, ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്തില്ല. അവിടെയാണ് നമ്മുടെ പ്ലാനിങ് പാളിയത്. അവിടെ നമ്മൾ MGയുടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഫാസ്റ്റ് ചാർജിങ്ങിന് ഇട്ടു. പക്ഷെ അതിന്റെ പിന്നിന് എന്തോ കംപ്ലൈന്റ് ആ ഒരു ദിവസം അപ്പോൾ ഫുൾ പ്ലാനിങ്. സംഭവം പോയപ്പോൾ ഒരു 3-4 വണ്ടി പോയിട്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പോകണത് നമ്മളാണ്. പക്ഷെ ബാക്കി എല്ലാവരും എത്തിക്കഴിഞ്ഞ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതാണ് മറ്റൊരു പ്രശ്നം. ഇപ്പം നമ്മൾ ചാർജ് ചെയ്യാനുള്ള സമയമൊക്കെ ഇത് കണക്കാക്കി വേണം പോകാൻ. പിന്നെ ഞാൻ എപ്പോഴും പറയണം, നമ്മളിപ്പോൾ ഈ വളരെ ലാഭം നോക്കിയാണല്ലോ ഈ ഇലക്ട്രിക് വണ്ടികൾ വാങ്ങിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ ബെൻസിൻ്റെ EQB എൻ്റെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതുമായിട്ട് തിരുവനന്തപുരത്തൊക്കെ പോയി
ഫാമിലിയായിട്ടാണ് പോയത്. നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുന്നു, നേരെ ലുലുവിൻ്റെ താഴെ കൊണ്ട് ചാർജ് ചെയ്യാൻ ഇടുന്നു. പിറന്ന് ചെയ്യാമല്ലോ, 1 മണിക്കൂർ ഉണ്ടല്ലോ. എന്നാൽ പിന്നെ മോളിൽ പോകുന്ന പറഞ്ഞു അവിടെ പോയി ചെലവ് കൂടുതലാണ്. അവസാനം നോക്കുമ്പോൾ പെട്രോളിൻ്റെ പൈസയൊക്കെ കൂടുതലായി എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ട്. ഇതൊക്കെ നമ്മൾ രാത്രി ആ വണ്ടി ഓവർ ചാർജിന് ഇട്ട് കഴിഞ്ഞപ്പോൾ റിസോർട്ടിലായിരുന്നു. റിസോർട്ടിൽ ഇത് ഇട്ട സമയത്ത് AC ട്രിപ്പ് ആവാൻ തുടങ്ങി. പിന്നെ എല്ലാവരും ചെയ്ത ഒരിടം അവൻ്റെ വണ്ടി അല്ല, ഇതൊക്കെ മാറ്റം വരും, ഒരു കൊല്ലം കൊണ്ട് മാറ്റം വരും. റേഞ്ചിൽ വ്യത്യാസം വരുമ്പോൾ തന്നെ ആ ഒരു കാര്യത്തിൽ അതൊന്നും ഒരു പ്രശ്നമായിട്ട് കണക്കാക്കണ്ട. ഇലക്ട്രിക് വണ്ടികൾ തന്നെയാണ് ഭാവി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. രാവിലെ MJ പറ്റി ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു. മൈലേജ് തീർച്ചയായിട്ടും കുറവാണെന്നുള്ള കാര്യത്തിൽ. പെട്രോൾ, ഡീസലിന് മൈലേജ് ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ഡീസലിൻ്റെ ഒരു ആളെ കൂടെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സന്തോഷം. ഓക്കെ, ഒരു പടവും കൂടെ എടുത്ത് പിരിയാം. അപ്പോൾ റാപ്പിഡ് ഫെയർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മെട്രോപോർട്ട് AC ഡോർമെട്രിയുടെ കാര്യം മറക്കേണ്ട. നിങ്ങൾ എറണാകുളത്ത് വളരെ ചെറിയ വിസിറ്റിനൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ലാഭകരമായിട്ട് താമസിക്കാവുന്ന സ്ഥലമാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ കോൺടാക്ട് ചെയ്യുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിച്ചു നോക്കുക. ഫാമിലി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കാൻ വേണ്ടി 4 റൂമുകളും അവിടെയുണ്ട്. ഓട്ടോ പോലും പിടിക്കാതെ, അല്ലെങ്കിൽ ടാക്സി പോലും പിടിക്കാതെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നൊക്കെ വരാവുന്ന അത്രയും അടുത്താണ് MG റോഡിലെ മെട്രോപോർട്ട് AC ഡോർമെട്രി. അപ്പോൾ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.